BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി VD സതീശനും പാർട്ടി സംവിധാനവും തമ്മിലുള്ള നിലയ്ക്കാത്ത പോര് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുകയും ഭരണസ്തംഭനത്തിന്റെ നിലയിലേക്ക് പലപ്പോഴും എത്തുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പോരാടിയ VD സതീശനും KC വേണുഗോപാലും സതീശൻ അധികാരമേറ്റിട്ടും പോരാട്ടം നിർത്താതെ കൂടിയിരിക്കുകയാണ്. KC വേണുഗോപാലിനോട് ഒരു കാര്യത്തിലും കൂടിയാലോചിക്കാതെ വേണുഗോപാലിന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും ശുപാർശകളെയും തള്ളിക്കൊണ്ടാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളിലും വേണുവിന്റെ ശുപാർശകൾ പോലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ വരെ നിഷേധിക്കുന്നു എന്നാണ് വേണുഗോപാൽ പക്ഷം ഉയർത്തുന്ന ആരോപണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വേണുപക്ഷം ശുപാർശ ചെയ്ത മുഴുവൻ പേരെയും VD സതീശൻ വെട്ടിനിരത്തിയത്രേ. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയ്ക്കും ലിജുവിനും ഇനിയും പ്രൈവറ്റ് സെക്രട്ടറിമാർ ആയിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും സുപ്രധാന തസ്തികയായ പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലാത്തത് മന്ത്രിമാരുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്. വേണുഗോപാൽ പക്ഷക്കാരനായ ശരത്ചന്ദ്രനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഫയൽ കഴിഞ്ഞ ജൂൺ 18 മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചെങ്കിലും ഇനിയും തീരുമാനം വന്നിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതും വേണുഗോപാൽ പക്ഷക്കാരെ ഒഴിവാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ആക്ഷേപം. പാർട്ടിയുമായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ പലതും മുഖ്യമന്ത്രി സ്വയം എടുക്കുന്നു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെയും അഡ്വക്കേറ്റ് ജനറലിനെയും നിയമിക്കാനുള്ള തീരുമാനം KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് അറിയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ആയിരുന്നു അത്രേ. പ്ലീഡർ നിയമനത്തിലും പാർട്ടി സംവിധാനവുമായി മുഖ്യമന്ത്രി ആലോചിച്ചില്ല എന്നാണ് ആക്ഷേപം. SFI നേതാവായിരുന്ന ജിയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡർ ആക്കിയതിനെ ചൊല്ലിയാണ് KSU ഇടഞ്ഞത്. പരാതി മുഖ്യമന്ത്രിയോട് പറയുന്നതിന് പകരം മാധ്യമങ്ങൾ വഴി പ്രചാരണം കൊടുത്തു എന്നതാണ് KSU പ്രസിഡന്റ് അലോഷ്യസിനോട് VD സതീശന് അസംതൃപ്തി ഉണ്ടാകാൻ കാരണം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പരസ്യ വിമർശനം നടത്തുകയും ചെയ്തത് നിഷ്കളങ്കമല്ല എന്നും അതിന്റെ പിന്നിൽ മറ്റു പലരും ഉണ്ടെന്നും ഉള്ള വാദമാണ് സതീശനെ അനുകൂലിക്കുന്നവർ ഉയർത്തിയത്. ഇതിനിടെ അലോഷ്യസിനെ പരസ്യവേദിയിൽ VM സുധീരൻ അഭിനന്ദിച്ചതും പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും സതീശന് ക്ഷീണമായി. നേരത്തെ ശക്തമായി സതീശനൊപ്പം നിന്നിരുന്ന സുധീരൻ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണ് ഇടഞ്ഞത്. അലോഷ്യസിനും KSUവിനും അഭിപ്രായങ്ങൾ പറയാമെന്നും അത് ശരിയായ രീതിയിൽ ആകണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതേസമയം അലോഷ്യസിനെ പിന്തുണയ്ക്കുന്ന രീതിയിലല്ല KC വേണുഗോപാൽ നിലപാടെടുത്തത്. KSU പ്രവർത്തകർ പരാതി ബന്ധപ്പെട്ട വേദികളിലാണ് ഉന്നയിക്കേണ്ടതെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. KSUവിനെ മുന്നിൽ നിർത്തി ചിലർ ചൂടുചോറ് വാരിക്കാൻ ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലാണ് സതീശൻ പക്ഷത്തിന് ഉള്ളത്. മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം കൊടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിയ അലോഷ്യസിനെ പിന്നീട് മുഖ്യമന്ത്രി സതീശൻ കണ്ടെങ്കിലും പ്ലീഡർ നിയമനത്തിൽ ലോ കോളേജ് KSU യൂണിറ്റിന്റെ ശുപാർശ അനുസരിച്ച് മാത്രം പോകാനാവില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ജിയോണയുടെ നിയമനത്തിന് വേണ്ടി ഡീൻ കുര്യാക്കോസ് MP ആണ് ശുപാർശ ചെയ്തതെന്നും അവർ 2022 മുതൽ കോൺഗ്രസുകാരിയാണെന്നും ഉള്ള വിശദീകരണവും ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും അഭിപ്രായ വ്യത്യാസം മാധ്യമ സൃഷ്ടിയാണെന്നും തങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്നുമായിരുന്നു അലോഷ്യസിന്റെ പിന്നീടുള്ള പ്രതികരണം. അധികാരമേറ്റ് 3 മാസം കഴിയുമ്പോഴേക്കും സതീശനെതിരെ പടയൊരുക്കം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവും അഡ്വക്കേറ്റ് ജനറൽ നിയമനവും പ്ലീഡർ നിയമനവും അടക്കമുള്ള ഒരു കാര്യങ്ങളിലും പാർട്ടി സംവിധാനവുമായി ആലോചിക്കുന്നില്ല എന്ന ആരോപണമാണ് ഇവർ പ്രധാനമായും ഉയർത്തുന്നത്. സ്വന്തം തടി കേടാതെ മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കി സതീശനേക്കാൾ മെച്ചം താനാണെന്ന് വരുത്താൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ജനപ്രിയ പരിപാടികളുമായി രമേശ് ചെന്നിത്തല ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. ആരുമായും പോരാടാൻ നിൽക്കാതെ പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് കെ മുരളീധരൻ. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചേരിതിരിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നേതാക്കന്മാരെ ആക്രമിക്കുന്നതും പതിവായിട്ടുണ്ട്. KC വേണുഗോപാലിനെതിരെ ഉയർന്ന സൈബർ ആക്രമണം ഇതിന്റെ ഭാഗമായി വേണം കാണാൻ. ഇതിനിടെ KPCC പ്രസിഡന്റ് സതീശന് അലോസരം സൃഷ്ടിക്കുന്ന ആളാകരുത് എന്ന ആവശ്യമാണ് അദ്ദേഹം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. പ്രമുഖ നേതാക്കളെ എല്ലാവരെയും ഡൽഹിയിൽ എത്തിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുപോലെ ചർച്ച നടത്തിയ ശേഷം KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക്
തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചന. എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹന്നാൻ, ആന്റോ ആന്റണി, ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ, മാത്യു കുഴനാടൻ MLA, ജോസഫ് വാഴിക്കൻ, KC ജോസഫ്, MM ഹസൻ എന്നിവരാണ് പ്രധാനമായും പ്രസിഡന്റ് പദവി ലക്ഷ്യമിടുന്നത്. നേതൃത്വത്തിന്റെ കാര്യമായ ഇടപെടലോടെ ഒരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന ഭരണം പ്രതിസന്ധിയിലാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.